BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സർക്കാർ നൽകിയ വീട്ടിൽ അനധികൃത നിർമ്മാണം നടത്തിയ വനിതയ്ക്ക് വീട് നഷ്ടമായി. ബഹ്റൈൻ വനിതയോട് അഡ്മിനിസ്ട്രേറ്റീവ് കോടതി വീട് ഒഴിയണമെന്നും താക്കോൽ ഭവന മന്ത്രാലയത്തിന് തിരിച്ചേൽപ്പിക്കണമെന്നും ഉത്തരവിട്ടു. വർഷങ്ങളോളം വീട് ഒഴിഞ്ഞുകിടന്നിരുന്നുവെന്നും ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിറ്റ് വാങ്ങാതെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്നും മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഭവന കരാറിന്റെ നിബന്ധനകൾ ലംഘിച്ചതിനാലാണ് വനിതയ്ക്കെതിരെ നടപടിയെടുത്തതെന്ന് കോടതി വ്യക്തമാക്കി. കെട്ടിടത്തിലോ അതിന്റെ അനുബന്ധങ്ങളിലോ ഏതെങ്കിലും മാറ്റങ്ങൾ വരുന്നതിന് ഭവന ഗുണഭോക്താക്കൾക്ക് വിലക്കുണ്ടെന്നും കോടതി വിധിയിൽ പറയുന്നു. അനുവദിച്ച യൂണിറ്റിൽ താമസിക്കുന്നതിനുള്ള നിയമപരമായ ആവശ്യകതകൾ പാലിക്കുന്നതിൽ സ്ത്രീ ഭവന ചട്ടങ്ങളുടെ ലംഘനം നടത്തിയതായും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കാനുള്ള മന്ത്രാലയത്തിന്റെ അവകാശം കോടതി ശരിവെക്കുകയായിരുന്നു. ബഹ്റൈനിലെ പ്രധാന ആകർഷകങ്ങളിലൊന്നായ അൽദാന ആംഫി തിയേറ്ററിന് ഗ്രേഡ് +2 വർക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ജീവനക്കാർക്ക് മികച്ച പിന്തുണ നൽകുന്ന തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ബഹ്റൈനിലെ അറിയപ്പെടുന്ന ഈ വേദിക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച തൊഴിൽ അനുഭവം സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്കാണ് ഇത്തരത്തിലുള്ള ഗ്രേഡ് +2 വർക്ക് സർട്ടിഫിക്കേഷൻ നൽകി വരുന്നത്. തൊഴിൽ ശക്തിയെക്കുറിച്ചുള്ള ചോദ്യാവലി അടക്കമുള്ള ജീവനക്കാരുടെ സർവേ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ജീവനക്കാരുടെ സ്വതന്ത്ര വിശകലനം സർട്ടിഫിക്കറ്റിനുള്ള സ്കോറുകൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതിനാൽ മികച്ച കമ്പനികൾ, സംസാരം എന്നിവ യാഥാർത്ഥ്യമായി വാഗ്ദാനം ചെയ്യുന്ന കമ്പനികൾ ഏതെന്ന് തിരിച്ചറിയാൻ തൊഴിലന്വേഷകരെ ഈ സർട്ടിഫിക്കേഷൻ സഹായിക്കുന്നു. ആഗോള അംഗീകാരമുള്ളതും ഗവേഷണ പിന്തുണയുള്ളതുമായ സ്ഥിരീകരണം നൽകിക്കൊണ്ടുള്ള ഈ സർട്ടിഫിക്കേഷൻ തൊഴിലുടമകൾക്ക് റിക്രൂട്ടിംഗ് നേട്ടം നൽകുന്നു. ബഹ്റൈനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അൽദാന ആംഫി തിയേറ്റർ. സക്കീറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ തിയേറ്റർ ലോകമെങ്ങുമുള്ള കലാകാരന്മാരെയും കലാസ്വാദകരെയും ബഹ്റൈനിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. 10,000 സീറ്റുള്ള ഓപ്പൺ എയർ തിയേറ്ററിൽ ഇതിനോടകം നിരവധി അന്തർദേശീയ പരിപാടികൾ നടന്നിട്ടുണ്ട്. ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ൽ പരം രക്തദാതാക്കൾ പങ്കെടുത്ത ക്യാമ്പ് അസോസിയേഷൻ സീനിയർ മെമ്പറും ചാരിറ്റി കോർഡിനേറ്ററുമായ ജോർജ് അമ്പലപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് ജെയ്സൺ കൂടാമ്പളത്ത് അസോസിയേഷനുമായി സഹകരിച്ച സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്ക് ടീമിന് മെമന്റോ കൈമാറി. അസോസിയേഷൻ ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പ് കോർഡിനേറ്റർ സുജേഷ് എണ്ണക്കാട് ക്യാമ്പുമായി സഹകരിച്ച ഏവർക്കും നന്ദി അറിയിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചു. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. കൂടാതെ കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാനും തീരുമാനിച്ചു. അതേസമയം ഉരുൾപൊട്ടൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരും. ഇന്നലത്തെ തിരച്ചിലിൽ ചാലിയാർ തീരത്ത് നിന്ന് 2 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തു. ദുരന്തത്തിൽ രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പിനും തുടക്കമായി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ ആദ്യ ചുവടുവെച്ച യൂത്ത് കോൺഗ്രസ് വാടക വീട് സ്വമേധയാ കണ്ടെത്തി 5 കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിച്ചു നൽകി. ചൂരൽമല സ്വദേശിയായ അനിൽകുമാറിന്റെ കുടുംബത്തിന് അമ്മയടക്കം 5 പേരുടെ ജീവനാണ് ദുരന്തത്തിൽ നഷ്ടമായത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച 50 വീടൊരുക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറിയ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളും അടുക്കള സാധനങ്ങളും സ്കൂൾ കിറ്റും നൽകുന്ന പരിപാടിക്ക് 5 വീടുകൾ ഒരുക്കിയാണ് ഇന്നലെ തുടക്കമായത്. ഇത് ഒരു കുടുംബത്തിൽ 5 പേർ മരണപ്പെടുകയും 2 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത അനിൽകുമാറിന്റെ വീടാണ്. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ആ കുടുംബത്തെ നേരിട്ട് സഹായിക്കുമല്ലോ എന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച നിലവിൽ ആശങ്ക വേണ്ടെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുവെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്നലെ യോഗം ചേർന്നിരുന്നു. ഇടുക്കി കളക്ടറേറ്റിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്തു.
തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിനിയായ 24-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നെല്ലിമൂട് പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് മൂന്നാമതൊരു സ്ഥലത്ത് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇത് ആദ്യമാണ്. തലസ്ഥാനത്ത് 6 പേർക്കാണ് നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേക SOP തയ്യാറാക്കിയാണ് ചികിത്സ നൽകുന്നത്. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുളത്തിലെ വെള്ളമോ നീരാവിയോ നേരിട്ട് മൂക്കിലേക്ക് വലിച്ചെടുക്കുന്ന ആളുകൾക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. മധ്യവയസ്കനായ ഗൃഹനാഥനെ കബളിപ്പിച്ച വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കായംകുളം കീരിക്കാട് ഐക്യ ജംഗ്ഷൻ ഭാഗത്ത് ഞാവക്കാട്ട് തെക്കേതിൽ വീട്ടിൽ ഷിജ റിച്ച്, കായംകുളം നീരിക്കാട് ഐക്യ ജംഗ്ഷൻ ഭാഗത്ത് ഓണംപള്ളി കിഴക്കേത്തറ വീട്ടിൽ നവാസ് ജെ എന്നിവരെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ കഴിഞ്ഞ മാസം 4-ാം തീയതി വള്ളിച്ചിറ ഭാഗത്തുള്ള വീട്ടിൽ മധ്യവയസ്കനായ ഗൃഹനാഥൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഗ്യാസ് ഏജൻസിയിൽ നിന്നും സ്റ്റൗ സർവീസ് ചെയ്യാൻ വന്നതാണെന്ന വ്യാജേന കാറിലെത്തുകയായിരുന്നു. തുടർന്ന് ഒരാൾ സ്റ്റൗ നന്നാക്കാൻ മധ്യവയസ്കനുമായി അടുക്കളയിലേക്ക് പോയ സമയം മറ്റൊരാൾ വീട്ടിൽ കയറി ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപ മോഷ്ടിക്കുകയായിരുന്നു. ഒരാൾ കാറിലിരുന്ന് പരിസരം വീക്ഷിക്കുകയും ചെയ്തു. പരാതിയിൽ പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞതോടെ ഇവരെ പിടികൂടുകയായിരുന്നു. പാലാ സ്റ്റേഷൻ SI ബിനു VL, CPOമാരായ അരുൺ ജോബി, രഞ്ജിത്ത്, ശ്രീജേഷ് എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് സുപ്രീം കോടതി നോട്ടീസ് നൽകി. വർഷങ്ങളായി ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൾസർ സുനി ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ജാമ്യം ലഭിക്കാതെ വന്നതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി ഓഗസ്റ്റ് 27-ന് മുൻപ് പൾസർ സുനിയുടെ കാര്യത്തിലുള്ള മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സംസ്ഥാനത്തിന് അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടു. കേസിൽ പൾസർ സുനി മാത്രമാണ് ജയിലിൽ കഴിയുന്നതെന്നും അഭിഭാഷകരായ പരമേശ്വരും ശ്രീറാം പാറക്കാട്ടും ചൂണ്ടിക്കാട്ടി. ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികൾ പുറത്താണ്. 2017 മുതൽ ഒരിക്കൽ പോലും ജാമ്യം ലഭിച്ചിട്ടില്ല. ഇത് ഏതുതരം സമീപനമാണെന്നും അഭിഭാഷകർ ചോദിച്ചു. ഇതേ ചോദ്യം തന്നെ സുപ്രീം കോടതി ഹൈക്കോടതിയോട് ചോദിച്ചു. ഹൈക്കോടതിയുടേത് ഏതുതരം സമീപനമാണെന്ന് ചോദിച്ച സുപ്രീം കോടതി നിരന്തരമായി ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെന്ന കുറ്റത്തിന് ചുമത്തിയ പിഴ സ്റ്റേ ചെയ്യുകയും ചെയ്തു. കേസ് 27-ന് വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്ത് ആഗസ്റ്റ് 14 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ സാധ്യതയില്ലെങ്കിലും ജാഗ്രത തുടരണം. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. മൺസൂൺ പാത്തിയും സജീവമാണ്. 13-ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും 14-ന് ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. 13-ന് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 14-ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, വയനാട് ജില്ലയിലും 15-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.